ശസ്ത്രക്രിയാ ഉപകരണക്ഷാമ വെളിപ്പെടുത്തൽ നടത്തിയ ഡോക്ടർ ഹാരിസിനെതിരെ വീണ്ടും ആരോഗ്യവകുപ്പ് പടപ്പുറപ്പാടിനിറങ്ങിയിരിക്കുന്നു. അവധിയിലായിരുന്ന തന്റെ ഓഫീസ് മുറിയിൽ മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പലിന്റെ നേതൃത്വത്തിൽ പരിശോധന നടത്തിയെന്ന ഡോക്ടർ ഹാരിസിന്റെ ആരോപണത്തോടെയാണ് ഇന്നത്തെ വാർത്താ ദിവസം പുലർന്നത്. നാടകീയമായ നിരവധി സംഭവങ്ങൾ പിന്നാലെ വന്നു. മുറിയിൽ നിന്ന് അസ്വാഭാവിക സാഹചര്യത്തിൽ പെട്ടിയും മോർസിലോസ്കോപ്പ് വാങ്ങിയ ബില്ലും കിട്ടിയെന്ന് പ്രിൻസിപ്പൽ. പെട്ടിയിൽ നെഫ്രോസ്കോപ്പ് ആയിരുന്നുവെന്നും അത് റിപ്പയറിന് അയച്ചതാണെന്നും ഡോക്ടർ ഹാരിസിന്റെ മറുപടി. അങ്ങനെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലും എന്തൊക്കെയോ ചീഞ്ഞു നാറുന്നുണ്ട്. RDX വീണ്ടും ഈ വിഷയം പരിശോധനയ്ക്കെടുക്കുന്നു. ആദ്യം RDX റാപ്പ് 59 സെക്കൻഡിൽ. തന്റെ മുറിക്ക് ഒരു സുരക്ഷിതത്വവുമില്ല. തന്റെ അസാന്നിധ്യത്തിൽ മുറിയിൽ പരിശോധന നടത്തി. ഫയലുകളും വിലപിടിപ്പുള്ള ഉപകരണങ്ങളുമുള്ള ആ മുറിയിൽ എന്തെങ്കിലും തിരിമറി നടന്നിട്ടുണ്ടോ എന്ന് സംശയിക്കുന്നു എന്നുള്ള ഡോക്ടർ ഹാരിസിന്റെ കുറിപ്പ് പുറത്തു വന്നതിന് പിന്നാലെയാണ് മെഡിക്കൽ കോളേജ് അധികൃതർ വിശദീകരണവുമായി രംഗത്തെത്തിയത്. ഡോക്ടർ ഹാരിസിനെ സംശയമുനയിൽ നിർത്തുന്ന പ്രതികരണമാണ് പ്രിൻസിപ്പളും സൂപ്രണ്ടും നടത്തിയത്. ഉപകരണം കാണാതായ പരാതിയിൽ 2-ാം തീയതിയും 6-ാം തീയതിയും 7-ാം തീയതിയും പരിശോധന നടത്തി. 6-7 തീയതികളിൽ ഡോക്ടർ ഹാരിസിന്റെ മുറിയിൽ പരിശോധന നടത്തിയപ്പോൾ 6-ാം തീയതി ഇല്ലാതിരുന്ന ഒരു പെട്ടി 7-ാം തീയതി കണ്ടെത്തിയെന്നും മെഡിക്കൽ കോളേജ് അധികൃതർ ആരോപിക്കുന്നു. CCTV ദൃശ്യങ്ങളിൽ ആരോ ഒരാൾ മുറിക്കുള്ളിലേക്ക് കടന്നു പോകുന്നുവെന്ന് കണ്ടുവെന്ന വെളിപ്പെടുത്തലിലൂടെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ ഗുരുതര സുരക്ഷാ വീഴ്ചയും പുറത്തു വന്നിരിക്കുകയാണ്. അതേസമയം നന്നാക്കാൻ അയച്ച നെഫ്രോസ്കോപ്പാണ് പെട്ടിയിൽ ഉണ്ടായിരുന്നതെന്നും കേടാകുന്ന ഉപകരണങ്ങൾ ഇടയ്ക്കിടെ റിപ്പയർ ചെയ്യാൻ കൊടുക്കാറുണ്ടെന്നും ഡോക്ടർ ഹാരിസ് വ്യക്തമാക്കി. RDX റാപ്പ് ന്യൂസ് മലയാളം. മറ്റ് വിശദാംശങ്ങൾ ഡാറ്റാ ഷീറ്റിൽ പരിശോധിക്കാം. ഹാരിസിനെ കുടുക്കുകയാണോ, ഡോക്ടർ ഹാരിസിനെ കുടുക്കുകയാണോ എന്നാണ് നമ്മുടെ ചോദ്യം. ഡോക്ടർ ഹാരിസിനെ സംശയനിഴലിൽ നിർത്തി വാർത്താ സമ്മേളനം നടത്തുകയായിരുന്നു. ഹാരിസിന്റെ മുറി പരിശോധിച്ചു. കാണാതായ മോസിലോസ്കോപ്പ് എന്ന ഉപകരണം കണ്ടെത്തി. വിശദ പരിശോധനയ്ക്ക് ഇന്നലെയും മുറിയിലെത്തിയെന്ന് പ്രിൻസിപ്പൽ ഡോക്ടർ PK ജബ്ബാർ. ഡോക്ടർ ഹാരിസിന്റെ മുറി പരിശോധിച്ചു. കാണാതായ മോസിലോസ്കോപ്പ് എന്ന ഉപകരണം കണ്ടെത്തി. വിശദ പരിശോധനയ്ക്ക് ഇന്നലെ വീണ്ടും ഡോക്ടർ ഹാരിസിന്റെ മുറിയിലെത്തിയെന്ന് പ്രിൻസിപ്പൽ ഡോക്ടർ PK ജബ്ബാർ. തലേന്ന് കണ്ട ചെറിയ പെട്ടിക്കൊപ്പം മറ്റൊരു വലിയ പെട്ടി മുറിയിൽ നിന്ന് കണ്ടെത്തി. പെട്ടിയിൽ ഓഗസ്റ്റ് 2-ന് മോസിലോസ്കോപ്പ് വാങ്ങിയതിന്റെ ബില്ലുകൾ കണ്ടെത്തി. നെഫ്രോസ്കോപ്പ് എന്ന ഉപകരണവും പെട്ടിയിൽ നിന്ന് കണ്ടെത്തിയെന്നാണ് പ്രിൻസിപ്പൽ പറഞ്ഞത്. CCTV പരിശോധിച്ചപ്പോൾ ഡോക്ടർ ഹാരിസിന്റെ മുറിയിൽ ഒരാൾ കയറുന്നത് കണ്ടു. വിശദമായ അന്വേഷണം വേണമെന്ന് തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പൽ ആവശ്യപ്പെടുന്നു. എന്താണ് കാണാതായത്? യൂറോളജി വിഭാഗത്തിൻ്റെ ഒരു ഉപകരണം കാണാനില്ല എന്ന് ചൂണ്ടിക്കാട്ടിയത് വിദഗ്ധ സമിതി. കഴിഞ്ഞ ശനിയാഴ്ച DMEയുടെ നേതൃത്വത്തിൽ നടത്തിയ പരിശോധനയിൽ കണ്ടെത്താനായില്ല. പ്രിൻസിപ്പലിൻ്റെ വാദം ദുർബലമാണ്. എന്തുകൊണ്ടെന്നാൽ പ്രിൻസിപ്പൽ പറഞ്ഞ CCTV ദൃശ്യങ്ങൾ സംശയകരമാണ് എന്നാണ് ആരോപണം. ആരായിരിക്കും പെട്ടിയും ബില്ലും വെച്ചത് എന്ന ചോദ്യത്തിന് വ്യക്തമായ ഉത്തരമില്ല. പോലീസിൽ പരാതി നൽകിയില്ല. സർക്കാരിന് റിപ്പോർട്ട് നൽകുമെന്ന് അധികൃതർ പറയുന്നു. 100ഓളം CCTV ദൃശ്യങ്ങളുണ്ട്. പരിശോധിക്കാൻ സമയമെടുക്കുമെന്നും സൂപ്രണ്ട് വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. ഹാരിസിന്റെ മറുപടി ഇതാണ്: പെട്ടിയിൽ ഉണ്ടായിരുന്നത് നന്നാക്കാൻ അയച്ച നെഫ്രോസ്കോപ്പാണ് എന്നാണ് ഡോക്ടർ ഹാരിസ് പറഞ്ഞത്. നെഫ്രോസ്കോപ്പുകൾ റിപ്പയർ ചെയ്ത് തരുമോ എന്നറിയാൻ എറണാകുളത്തേക്ക് അയച്ചിരുന്നു. ഓരോന്നിനും ചിലവ് 2 ലക്ഷം രൂപയാകും എന്നറിഞ്ഞതിനാൽ തിരികെ നൽകാൻ ആവശ്യപ്പെട്ടു. അതിൻ്റെ പാക്കിംഗ് കവറായിരിക്കും അവിടെ കണ്ടത് എന്ന് ഡോക്ടർ ഹാരിസ് പറയുന്നു. ഹാരിസ് അവധിയിലാണ്. മെഡിക്കൽ കോളേജ് യൂറോളജി വിഭാഗം മേധാവിയായ ഡോക്ടർ ഹാരിസ് നിലവിൽ അവധിയിൽ. ഡോക്ടർ ഹാരിസിന്റെ മുറിയുടെ താക്കോലുള്ളത് മറ്റൊരു ഡോക്ടറുടെ കൈവശമാണ്. അപമാനിക്കരുത് എന്നാണ് KGM-CTA പറഞ്ഞത്. ഡോക്ടർ ഹാരിസിന് പിന്തുണയുമായി KGM-CTA രംഗത്തെത്തി. ഹാരിസിനൊപ്പം നിലകൊള്ളുമെന്ന് സംഘടന. മെഡിക്കൽ കോളേജ് അധികൃതർ പെരുമാറിയത് ഡോക്ടർ ഹാരിസിനെ അപമാനിക്കുന്ന തരത്തിലാണ്. ഇപ്പോൾ നടക്കുന്ന അന്വേഷണത്തിൽ വ്യക്തതയില്ല എന്ന് KGM-CTA പറഞ്ഞു. സ്വതന്ത്ര അന്വേഷണം വേണമെന്നാണ് KGM-CTA പ്രസിഡന്റ് ഡോക്ടർ റോസ് നേര പറഞ്ഞത്. വാർത്താ സമ്മേളനത്തിനിടെ മെഡിക്കൽ കോളേജ് സൂപ്രണ്ടിന് ഒരു ഫോൺ സന്ദേശം വന്നതാണ് ഇന്നത്തെ മറ്റൊരു വിവാദമുണ്ടായത്. ഫോൺ വിളിച്ചയാൾ അന്വേഷണ റിപ്പോർട്ട് മുഴുവൻ വായിക്കാൻ ആവശ്യപ്പെട്ടു. അത് സൂപ്രണ്ടും പ്രിൻസിപ്പളും അനുസരിക്കുകയും ചെയ്തു. ഫോണിന്റെ മറുതലക്കലുള്ള ആളിനെ ചൊല്ലിയാണ് വിവാദം. അതാരെന്ന് ഇരുവരും വെളിപ്പെടുത്തിയിട്ടില്ല. ഫോൺ വിളിച്ചയാൾ വാർത്താ സമ്മേളനം നിയന്ത്രിച്ചു എന്നാണ് ആരോപണം. ആ ദൃശ്യം ഒന്ന് കാണാം. അത് മോസിലോസ്കോപ്പാണ് കണ്ടെത്തിയിട്ടുള്ളത്. മോസിലോസ്കോപ്പ്, അതെ, മോസിലോസ്കോപ്പ് അല്ല. ഇതിൽ എഴുതിയിട്ടില്ല. ഞാൻ നേരത്തെ സൂചിപ്പിച്ചു. കമ്മിറ്റി സെൻറ്റേഡ് അബൌട്ട് ദ ടിഷ്യൂ മാസ്. ഇത് കമ്മിറ്റി റിപ്പോർട്ടാണ്. ടിഷ്യൂ മാസിലേറ്റർ വിത്ത് മോസിലോസ്കോപ്പ് which was purchased utilizing Rs 12 lakhs from MP fund which was allegedly missing from the department. HOD has agreed it is partly missing and however it is not a mission constantly used.
ഡോക്ടർ ഹാരിസിനെതിരെ ആരോഗ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ ഗൂഢാലോചനയുണ്ടെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ പിന്നീട് ആരോപിച്ചു. ഹാരിസിനെ തങ്ങൾ സംരക്ഷിക്കുമെന്നും വി ഡി സതീശൻ വ്യക്തമാക്കി. ആ ഡോക്ടറെ അപമാനിച്ച് ഇത് ആരും ഇനി വെളിപ്പെടുത്താതിരിക്കാൻ ബാക്കിയുള്ള ആരോഗ്യ പ്രവർത്തകരുടെ വായടപ്പിക്കാൻ ആരോഗ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ നടക്കുന്ന ഗൂഢാലോചനയാണ്. അതിനെ ഞങ്ങൾ ചെറുത്തു തോൽപ്പിക്കും. ഡോക്ടർ ഹാരിസിൻ്റെ മീതെ ഒരു നുള്ളും മണ്ണ് വാരിയിടാൻ കേരളത്തിലെ പ്രതിപക്ഷം സമ്മതിക്കില്ല. അദ്ദേഹത്തെ ഞങ്ങൾ പ്രൊട്ടക്റ്റ് ചെയ്യും. ഇതാണ് ഹർഷൻ ഇന്ന് നടന്ന സംഭവങ്ങൾ. ആകപ്പാടെ വലിയ എന്താണ് ഈ നടക്കുന്നതെന്ന് സംശയം തോന്നുന്ന തരത്തിലുള്ള ഒട്ടും ശരിയല്ലാത്ത കാര്യങ്ങൾ നടക്കുന്നു എന്നാണ് അല്ലേ. ഡോക്ടർ ഹാരിസിനെ കുടുക്കാൻ ഈ സഹ ഡോക്ടർമാർ മാത്രമല്ല രാഷ്ട്രീയ ലീഡർഷിപ്പ് തന്നെയും ശ്രമിക്കുന്നു എന്ന സംശയം എനിക്ക് വരുന്നുണ്ട്. ഹർഷൻ അങ്ങനെ തോന്നുന്നുണ്ടോ? അതായത് സർക്കാരിന് ഇതിൽ കൂടുതൽ കെട്ടിമറിയാതെ ഒരു മിനിറ്റ് നേരത്തെ എങ്കിൽ ഒരു മിനിറ്റ് നേരത്തെ ഈ പരിപാടി അവസാനിപ്പിക്കുന്നതായിരിക്കും നല്ലത്. കാരണം ഇത് ചില ഘട്ടങ്ങളിൽ ഇപ്പം ആരോഗ്യമന്ത്രി സിസ്റ്റത്തെക്കുറിച്ച് ഇടയ്ക്കിടയ്ക്ക് പറയാറുണ്ടല്ലോ. ഈ സിസ്റ്റത്തെ മറികടന്നുകൊണ്ട് അല്ലെങ്കിൽ സിസ്റ്റത്തെ ബ്രേക്ക് ചെയ്ത് ചിലത് വിളിച്ചു പറയേണ്ടി വരും. അതുതന്നെയാണല്ലോ അതിപ്പോൾ ഈ സമരത്തെക്കുറിച്ചുള്ള ഈ സർക്കാരിനെ നിയന്ത്രിക്കുന്ന രാഷ്ട്രീയ കക്ഷിയുടെ കാഴ്ചപ്പാട് എന്താണ്? സിസ്റ്റത്തെ മറികടന്നുകൊണ്ട് ചില കാര്യങ്ങൾ വിളിച്ചു പറയുക എന്നത് തന്നെയാണ്. ഈ സർവീസ് സംഘടനകളുടെ സമരമൊക്കെ നടത്തുമ്പോഴും ഇവരെന്താ ചെയ്യാറുള്ളത്? ഈ സിസ്റ്റത്തെ മറികടന്നുകൊണ്ട് കാര്യങ്ങൾ വിളിച്ചു പറയുക എന്നതാണ്. അത് ചില ഘട്ടങ്ങളിൽ ചെയ്യേണ്ടി വരും. നീതി നിഷേധം ഉണ്ടാകുമ്പോൾ ചെയ്യേണ്ടി വരും. അത്രയുമേ ഹാരിസ് ചിറക്കൽ ചെയ്തിട്ടുള്ളൂ എന്ന് തന്നെയാണ് ഞാൻ ഈ നിമിഷവും വിശ്വസിക്കുന്നത്. അത് മാത്രമേ ചെയ്തിട്ടുള്ളൂ. അപ്പോൾ എന്താണ് ഇന്നിപ്പോൾ പ്രതിപക്ഷ നേതാവ് പറഞ്ഞതിനോട് കൂടുതൽ ചേർന്ന് നിൽക്കാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. കാരണം ഇനി ആരെങ്കിലും ഇത് പറയരുത്. ഒരാൾ പറഞ്ഞാൽ പറയുന്ന ആളുടെ അനുഭവം ഇതാണ് എന്ന് സ്ഥാപിച്ചെടുക്കാൻ വേണ്ടിയിട്ടുള്ള കഠിനമായ ശ്രമം അത് ഈ സിസ്റ്റത്തിൻ്റെ ഭാഗത്തു നിന്നുണ്ടാവുന്നു എന്നുള്ളതാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇതിലൊരു പ്രധാനപ്പെട്ട കാര്യം, നമ്മൾ കഴിഞ്ഞ തവണ ആരോഗ്യമന്ത്രി ഈ ആരോപണം ഉന്നയിച്ച ഘട്ടത്തിൽ ഈ അന്വേഷണ സംഘം കണ്ടെത്തി മോഷണം മുതൽ കളവ് പോയി എന്നൊക്കെ കണ്ടെത്തുന്ന സന്ദർഭത്തിൽ ആരോഗ്യമന്ത്രി പറഞ്ഞെന്താണ്? മെഡിക്കൽ കോളേജ് യൂറോളജി വിഭാഗത്തിൽ MP ഫണ്ട് ഉപയോഗിച്ച് വാങ്ങിയ ഉപകരണത്തിൻ്റെ ഭാഗം കാണുന്നില്ല. അത് അങ്ങനെ ആ കാര്യം അന്വേഷണ സമിതി കണ്ടെത്തി. ഇക്കാര്യം റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടില്ല മുമ്പ്. അതിൽ വകുപ്പ് തല അന്വേഷണം നടത്തണം. കാരണം ഇത് മോഷണമാണല്ലോ എന്ന് സ്ഥാപിച്ചുകൊണ്ട് ഒരു സംശയത്തിൻ്റെ നിഴലിലേക്ക് ആദ്യം ഈ ഹാരിസ് ചിറക്കലിനെ ഏറ്റവും നികൃഷ്ടമെന്ന് വേണമെങ്കിൽ വിശേഷിപ്പിക്കാവുന്ന ഒരാരോപണത്തിലേക്ക് കൊണ്ടുവന്നിട്ടത് ആരോഗ്യമന്ത്രിയാണ്. അതിനുശേഷം എന്താ സംഭവിച്ചത് സനീഷേ? അത് കണ്ടെത്തി. ഈ പറഞ്ഞ കാണുന്നില്ല എന്ന് പറയുന്ന ആ ഉപകരണത്തിൻ്റെ പേരെന്താണ്? അതിൻ്റെ എന്തായാലും ആ ഉപകരണം, ഈ കാണുന്നില്ല എന്ന് പറഞ്ഞ ഉപകരണം കണ്ടെത്തി. അത് ഈ അന്വേഷണത്തിൽ കണ്ടെത്തിയിട്ടുണ്ട്. അതിനുശേഷം വേറെന്തോ ഒരു ഉപകരണം അവിടെ ഇരിപ്പുണ്ടല്ലോ എന്നുള്ള സംശയമാണ് ഇപ്പോൾ പറയുന്നത്. ആ ഉപകരണം എന്താണ്? അവിടെ ഒരു ബില്ല് ഇരിപ്പുണ്ടല്ലോ. ഈ നിമിഷവും അങ്ങനെ ഹാരിസ് ചിറക്കലിനെ ഒരു സംശയത്തിൻ്റെ നിഴലിൽ നിർത്താൻ എന്താണ് മാർഗം എന്നുള്ളത് ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. മാത്രമല്ല നമ്മൾ കണ്ടല്ലോ, ഈ ആർക്കും ന്യായമായി സംശയിക്കാവുന്ന കാര്യമാണ് ഇതാരാണ് ഈ വാർത്താ സമ്മേളനത്തെ നിയന്ത്രിച്ചത്? ഒരു ഫോൺ വന്നിട്ട് അത് വായിക്കാൻ നിർദ്ദേശിക്കുകയാണ്. ഈ സൂപ്രണ്ട് അത് പ്രിൻസിപ്പാളിനോട് പറയുകയാണ് വായിക്കണം. അപ്പം തന്നെ ഇരുന്ന് വായിക്കുന്നു. അതൊന്നും അത്ര ശരിയായ കാര്യമല്ല. ഇന്നിപ്പോൾ സൂപ്രണ്ട് പറഞ്ഞതാണ് ശരി. ഞങ്ങളും വല്ലാത്ത ടെൻഷനിലാണ് പോകുന്നത്. വല്ലാത്ത ടെൻഷനിലാണ് ഇതൊന്ന് അവസാനിക്കണം എന്നുള്ളത്. ഞാൻ ഓപ്പറേഷൻ തിയേറ്ററിൽ നിൽക്കുമ്പോഴും എൻ്റെ തലയിൽ ഇതാണ് എന്ന് ആര് കൊണ്ടുവരുന്നതാണ്? ഇത് ഈ സിസ്റ്റം ഉണ്ടാക്കി വെക്കുന്ന സംഗതിയാണല്ലോ. അവരെ കൊണ്ടും ഇത് ചെയ്യിക്കുകയാണല്ലോ. അത് ശരിയായ രീതിയല്ല. ഇതിപ്പോൾ വി ഡി സതീശൻ ഇടയ്ക്കിടയ്ക്ക് പറയാറുണ്ട്, എന്ന് പറഞ്ഞാൽ സാധ്യമല്ലാത്ത കാര്യങ്ങളിൽ അദ്ദേഹം പറയാറുണ്ട് 10 മിനിറ്റ് കൊണ്ട് ഞാൻ ഈ പ്രശ്നം പരിഹരിച്ചു തരാമെന്ന്. ഈ പ്രശ്നം യഥാർത്ഥത്തിൽ പറഞ്ഞതുപോലെ 10 മിനിറ്റ് കൊണ്ട് ഈ സർക്കാരിന് പരിഹരിക്കാവുന്ന ഒരു പ്രശ്നമാണ്. അത് വലിച്ച് നീട്ടി വഷളാക്കി നശിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അതാണ് ഞങ്ങളുടെ നാട്ടിൽ തലശ്ശേരി പാനൂർ ഭാഗത്ത് ചേപ്ര എന്നൊരു പ്രയോഗമുണ്ട്. വളരെ മോശം എന്നാണ് അതിൻ്റെ അർത്ഥം. അതായത് അങ്ങേയറ്റം ചേപ്രയാണല്ലോ ഈ കാര്യം എന്ന് പറയും. എനിക്ക് ഈ സംഭവം കണ്ടപ്പോൾ, ഈ മുറി പരിശോധിച്ചു എന്നുള്ള വാർത്ത പുറത്തേക്ക് വന്നപ്പോൾ എനിക്ക് എന്തൊരു ചേപ്ര ആണ് ഈ കാണിച്ചു കൂട്ടുന്നതെന്നാണ്. അതായത് ഇവരൊക്കെ വലിയ പ്രൊഫഷണൽസ്, എത്രയോ വർഷമായിട്ട് ഇതുപോലൊരു പ്രൊഫഷണൽ ഡോക്ടർമാരെന്ന ഒരു ഉന്നതമായിട്ടുള്ള ജോലിയൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന മനുഷ്യർ ഈ ഓഫീസ് മുറി അയാളില്ലാത്തപ്പോൾ കയറി പരിശോധിക്കാൻ പാടുന്നു. ഒരു സഹപ്രവർത്തനം ഇല്ലാത്ത സമയത്ത് ഈ വീണ ജോർജ് ആരോഗ്യമന്ത്രി പത്തനംതിട്ടക്ക് പോയി വീട്ടിലേക്ക്. അപ്പോൾ മുഖ്യമന്ത്രി സഹമന്ത്രിമാരായിട്ടുള്ള MP രാജേഷിനെയും KN ബാലഗോപാലിനെയും കൂട്ടി വാടോ നമുക്കൊന്ന് പോയിട്ട് ആ വീണ മിനിസ്റ്ററുടെ മുറിയൊന്ന് പരിശോധിച്ചിട്ട് വരാം എന്ന് പറഞ്ഞിട്ട് വീണ മിനിസ്റ്റർ അവിടെ ഇല്ലാത്ത സമയത്ത് ആ മുറി പരിശോധിച്ചാൽ എങ്ങനെയുണ്ടാവും ഹർഷ? എങ്ങനെ ഉണ്ടാവും? അപ്പോൾ അതുമാത്രമല്ല, അപ്പോൾ വീണ മിനിസ്റ്റർക്ക് മേലൊരു മോഷണ ആരോപണം കൂടി ഉണ്ടായിരുന്നെങ്കിൽ ഒന്ന് ആലോചിച്ച് നോക്കൂ. എന്തൊരു ചീത്ത പരിപാടിയാണത്. നമ്മൾ ഇന്നാൾ തിരുവനന്തപുരത്തൊരു ഒരു സാധാരണ സ്ത്രീ ഒരു വീട്ടിൽ ജോലിക്ക് പോയപ്പോൾ അവർ മാല മോഷ്ടിച്ചു എന്ന് പറഞ്ഞിട്ട് അവിടെ
അവർക്ക് മേൽ വലിയ ആക്ഷേപമുണ്ടായപ്പോൾ ഈ കേരളം മുഴുവൻ അവർക്കൊപ്പം നിന്നില്ലേ? അവരെ കുറ്റവാളിയാക്കിയില്ലേ? അവ മതിയായ തെളിവില്ലാതെ ഒരാളെ ഇമാതിരി കുഴപ്പത്തിലേക്ക് ചെന്ന് പെടുത്തരുത് എന്ന് കേരളത്തിന് മുഴുവൻ അറിയാവുന്നതല്ലേ? ഈ ഡോക്ടർ അവിടെ ഇല്ലാത്ത സമയത്ത് ആ മുറിക്കകത്ത് കയറി പരിശോധിക്കുന്നത് എന്തുമാത്രം ചേപ്രയാണത്. ആ വാക്കല്ലാതെ എനിക്ക് സത്യത്തിൽ അത് മോശമാണല്ലോ, അങ്ങനെയൊന്നല്ല പറയുന്നത്. എന്തൊരു വൃത്തികെട്ട പരിപാടിയാണ് അവർ നടത്തിയത്. ഇവർക്ക് എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യാനുണ്ടെങ്കിൽ അത് അതിൻ്റെ നേരാമണ്ണുള്ള വഴിക്കല്ലേ പോകേണ്ടത്. ഇത് ഇത്രമേൽ വൃത്തികെട്ടൊരു പരിപാടി ചെയ്യാൻ പാടുണ്ടോ? ഇത് കഴിഞ്ഞ തവണയും നമ്മൾ ചർച്ചക്കെടുത്തപ്പോൾ ഈ പ്രശ്നം ഇങ്ങനെ വളരെ പെട്ടെന്ന് പരിഹരിക്കണമെന്ന് പറഞ്ഞാണ്. ഇതിപ്പോൾ ഒരു ആരോഗ്യമന്ത്രി അവിടെയുണ്ട്, അവരാണ് ഇതിന് തുടക്കം കുറിച്ചത്. അവരെ നമ്മൾ ആവശ്യമുള്ള സമയത്തൊക്കെ നമ്മൾ പിന്തുണച്ചുകൊണ്ടിരുന്നത്. പക്ഷേ ഈ കാര്യം ഹർഷൻ പറഞ്ഞതുപോലെ എളുപ്പത്തിൽ പരിഹരിക്കേണ്ടെന്ന, പുറത്ത് വലിയ വഷളായ ചർച്ചകൾക്കൊന്നും വിടാതെ പരിഹരിച്ച് പോകേണ്ടുന്നൊരു കാര്യം. ഈ ഡോക്ടറെ പറ്റി ഇത്രയും ദിവസമായിട്ട് ആരെങ്കിലും ഒരാൾ വൃത്തികേടോ മോശമോ എന്ന് പറഞ്ഞിട്ടില്ല എന്ന് ഓർക്കണം. കാരണം എന്തെങ്കിലും കുഴപ്പമുണ്ടാകുന്നതാണെങ്കിൽ ഏതെങ്കിലും ഒരു രോഗി വന്ന് പറയും, അല്ലെങ്കിൽ അദ്ദേഹത്താൽ ബുദ്ധിമുട്ടിക്കപ്പെട്ട ഏതെങ്കിലും ഒരാൾ വന്നിട്ട് പറയും ഇയാളല്ലേ പണ്ടേ കുഴപ്പക്കാരനാണ് കേട്ടോ എന്ന് പറയും. അങ്ങനെ ഒരു സംഭവമേ ഉണ്ടായിട്ടില്ല. അപ്പോൾ ഇതെങ്ങനെയെങ്കിലും പരിഹരിക്കുക എന്നുള്ളതിന് പകരം ഇത് കുഴപ്പാക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ കരുതുന്നത് എന്താണ്? മുഖ്യമന്ത്രി എന്ന് പറയുന്ന ഒരാൾ അവിടെ ഉണ്ടല്ലോ, അല്ലെങ്കിൽ മറ്റ് ഈ ഭരണത്തെ നിയന്ത്രിക്കുന്ന ആളുണ്ടല്ലോ, എടോ ഇതിനപ്പുറത്തേക്ക് ഇത് കുഴപ്പത്തെ കൊണ്ടുപോകരുത് കേട്ടോ, നാട്ടുകാരാകെ ചർച്ച ചെയ്യുകയാണ്, ഇത് വലിയ കുഴപ്പത്തിലേക്കാണ് പോകുന്നതെന്ന് പറഞ്ഞ് നിർത്തുന്നതിന് പകരം ഇത് കൂടുതൽ വഷളാവുന്നതാണ് കാണുന്നത്. ഇവർ പോയിട്ട് ഇതുപോലെ വൃത്തികെട്ടൊരു പരിശോധന നടത്തുന്നു, അത് കഴിഞ്ഞ് ഇതുപോലത്തെ മറ്റാരോ നിയന്ത്രിക്കുന്ന ഒരു വാർത്താ സമ്മേളനത്തിലൂടെ മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുന്നു, ഇതിങ്ങനെ വായിക്കുന്നു, ആ ഫോണിലൂടെ പറയുന്ന ആൾ പറയുന്നത് അപ്പാടെ വിനയാന്വിതരായിട്ട് കേട്ടിട്ട് മറ്റേ ആളിനോട് പറയുന്നു. ഇത്രക്ക് വളരെ വളരെ മോശം പിടിച്ചൊരു കാര്യം നടക്കുക. പിന്നെ നമ്മളെപ്പോഴും CPIM ഇടതുപക്ഷ ജനാധിപത്യങ്ങളുടെ സർക്കാരൊക്കെ ഭരിക്കുന്ന കാലത്ത് നമ്മളെന്താ കാണുക? ഇവരെ ഈ കറക്റ്റ് ചെയ്ത് പോകുന്നൊരു മെഷീനറി, പരസ്പരം ചേർന്ന് നിൽക്കുന്ന സർക്കാർ ഒരു മെഷീനറി ആണെങ്കിൽ CPM എന്ന രാഷ്ട്രീയ പാർട്ടി, അല്ലെങ്കിൽ CPI എന്ന രാഷ്ട്രീയ പാർട്ടി, അവർ പരസ്പരം ചേർന്ന് നിന്നിട്ട് ഇതിനകത്ത് തെറ്റിദ്ധരുത്തൽ വരുത്തി പോകുന്നതാണല്ലോ കേൾക്കുന്നത്. ഇവിടെ പ്രശ്നം ഉണ്ടായിട്ട് AK സെൻ്റർ എന്നൊരു വിളി അങ്ങോട്ട് പോകുന്നില്ലേ എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അതായത് നിങ്ങൾ അവരെ നിയന്ത്രിക്കാനായിട്ടല്ല, ഇവിടെ ഒരു കുഴപ്പമുണ്ട്, നാട്ടുകാരുടെ ചർച്ചയാണ്, നിങ്ങൾ എന്ത് ചേപ്രത്തരാണ് ഈ ചെയ്തുകൊണ്ടിരിക്കുന്നതെന്ന് ചോദിക്കുന്ന ഒരു ബദൽ സംവിധാനം ഇതിനകത്ത് ആകെ വർക്ക് ചെയ്യുന്നില്ല. ആരോഗ്യ വകുപ്പിൽ എന്തൊക്കെയോ ചീഞ്ഞു നാറുന്നുണ്ട്, അതിന് വേണ്ട തരത്തിലുള്ള നാഥനല്ല ഇപ്പോൾ ഉള്ളത് എന്ന തോന്നലുണ്ടാക്കുകയാണ്. ഒപ്പം ഈ ഡോക്ടർമാർക്ക് അവരുടെ പ്രൊഫഷണൽ പദവി വിട്ടിട്ട് അങ്ങേയറ്റം കുട്ടികൾ പോലും മോശം സാഹചര്യത്തിൽ ചെയ്യാത്ത തരത്തിലുള്ള അതിരുവിട്ടുള്ള പ്രവർത്തനങ്ങൾ ഏർപ്പെടുകയല്ലേ എന്ന തോന്നലുണ്ടാവണം. എത്രയും പെട്ടെന്ന് നിർത്തിയാൽ അവർക്ക് കൊള്ളാം, അത്രയേ ഉള്ളൂ. നാട്ടുകാരത് കാണുന്നുണ്ട്. പാവപ്പെട്ടവരും ഇടത്തരക്കാരും ഏറെയുള്ള സംസ്ഥാനത്ത് അവരുടെ അത്താണിയാണ് സർക്കാർ ആശുപത്രികൾ. സർക്കാർ ആതുരാലയങ്ങളിലെ ഡോക്ടർമാരെയും സ്ഥാപന മേധാവികളെയും ദൈവതുല്യരായി കാണുന്ന എത്രയേറെ അതിസാധാരണക്കാർ ഇന്നുമുണ്ട്. നമ്മുടെ ആരോഗ്യ മേഖലയെ രാജ്യത്ത് ഒന്നാമതാക്കി ഉയർത്തിയത് എത്രയോ പ്രഗത്ഭരുടെ പ്രയത്നമാണ്. പക്ഷേ ഇപ്പോൾ കാര്യങ്ങൾ പന്തിയല്ല എന്ന തോന്നലെങ്കിലും ഉയർന്നെങ്കിൽ വേണ്ടപ്പെട്ടവരും സർക്കാരുമെല്ലാം ഇടപെട്ട് അത് തടയണം. ശസ്ത്രക്രിയാ ഉപകരണങ്ങൾക്ക് വേണ്ടി സാധാരണക്കാരായ രോഗികൾ ഓഫീസുകൾ കയറിയിറങ്ങി മടുത്തപ്പോൾ ചട്ടപ്പടി അല്ലാതെ പ്രതികരിച്ചതാണ് ഡോക്ടർ ഹാരിസ് ചെയ്ത കുറ്റം. പക്ഷേ ആ ഇടപെടലാണ് അവിടുത്തെ ആ പ്രശ്നം ഉടനടി പരിഹരിച്ചത്. അതിൻ്റെ പേരിൽ വീണ്ടും ക്രൂശിക്കാനാണ് ചിലരുടെ നീക്കം. സിസ്റ്റം നന്നാകാൻ ഇടപെടുന്ന വിസിൽ ബ്ലോവർമാരെ ചട്ടപ്പടി ചതുരങ്ങളിൽ അടച്ചല്ല ജനപക്ഷത്ത് നിൽക്കുന്ന സർക്കാരുകൾ കാണേണ്ടത് എന്ന് മാത്രം RDX ലളിതമായി ഓർമ്മിപ്പിക്കുന്നു. ഇടവേളയിലേക്ക്.